ഇത് വളരെ ഹാപ്പി ആയിട്ട് മൂമെൻ്റ് ആണ്. ആൻഡ് ഡെഫിനറ്റ്ലി ചാലഞ്ചിങ് ജോബാണ് ഇതിൽ. എൻ്റെ സഹപ്രവർത്തകരുടെ സഹായത്തോടും പിന്നെ ജനങ്ങളുടെ സഹായത്തോടും നമ്മൾ നന്നായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓർപ്പുണ്ട്. As I'm today, these are the main challenges, definitely. ബാക്കിയുള്ളതെല്ലാം പോലീസിംഗ് ഈസ് എ വെരി ഡൈനമിക് ജോബാണ്. അതോടൊപ്പം അതുകൊണ്ട പ്രകാരം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലേ. സ്ഥലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി മാറുന്നത് മയക്കുമരുന്ന് തന്നെയാണ്. ഇപ്പോൾ നടക്കുന്ന ഓപ്പറേഷൻ ചെയ്യുന്നത് ശക്തമായി അറിയാം. അതിൽ നമ്മൾ ഒരെണ്ണ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിന് റിവ്യൂ ചെയ്തിട്ട് ശക്തമായിട്ട് മുന്നിൽ കൊണ്ടുപോകണം. അവയർനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഭാഗത്തുനിന്നുണ്ട് ഒരു പ്രത്യേക ശ്രമം ഉണ്ടാവും. പിന്നെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനും ഫാമിലി പാർട്ടിസിപ്പേഷനും ഉൾപ്പെട്ടിട്ട് എങ്ങനെ നമ്മൾ അവയർനെസ് കൂട്ടുക, ഈ മയക്കുമരുന്നിനെ ഉപയോഗത്തിന് കുറയ്ക്കാനുള്ള പ്രിവെൻറ്റ് ചെയ്യാനുള്ളത് ചെയ്യുക. Then along with that, very strong action against those who are indulging in the perpetrators, basically any peddlers and others will be definitely handled with. ദിനംപ്രതി അതിൻ്റെ നടപടികൾ പിടിക്കുന്ന എണ്ണം കൂടുതലാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകമായ എന്തെങ്കിലും സംവിധാനം മനസ്സിലായിരുന്നു. ഡ്രഗുമായി ബന്ധപ്പെട്ട് ഡ്രഗ് ഓപ്പറേഷൻസിന് വേണ്ടി പ്രത്യേക വിങ്ങോ ഉണ്ടാക്കാൻ കഴിയും, സ്റ്റേഷൻ, ആന്റി നാർക്കോട്ടിക് സ്റ്റേഷൻ, അങ്ങനെ എന്തെങ്കിലും ഐഡിയ? അല്ല, അത് നമ്മളൊക്കെ ആക്ച്വലി അൺഡൗട്ടഡ്ലി ഡ്രഗ്സ് എതിരായിട്ടുള്ള ഒരു ശക്തമായ നടപടി ഉണ്ടാവും. അത് നമ്മൾ നോക്കിയിട്ട് വിൽ ഗോ ഹെഡ് ജസ്റ്റ് ചാർജ് അതിനെ മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ പ്രത്യേകിച്ച് ഈ ടെററിസവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് എന്നെ കോടതിയിൽ കൊടുത്തതിലൊക്കെ ചില പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഐ ഫീൽ കേരളത്തിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയാണ്? അല്ല, ഈ പൊതുവെ ഇന്ന് കേരളത്തിലല്ല, പൊതുവെ ഡ്രഗ്സിൻ്റെ പ്രഭാവം നമുക്ക് ദേശമൊത്തും കാണുന്നതാണ്. പല സംസ്ഥാനങ്ങളിലും കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് we could see most of the sections have been affected. Schools, colleges, വിഭാഗങ്ങളും പിന്നെ മറ്റേ അന്യ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ബീങ് എഫക്റ്റഡ്. ടീച്ചർ നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ട് ഇതിലേക്ക്. സർ, ഈ പോലീസ് സൗഹാർദ്ദപരമായി പെരുമാറുന്നു പറയുമ്പോഴും ചില മേഖലകളിൽ നിന്ന് പോലീസ് സ്റ്റേഷനുകളിൽ ആളുകൾക്ക് ദുരനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നത് കൂടുതൽ വാർത്തയായി ഇങ്ങനെ വരികയും ചെയ്യുന്ന സാഹചര്യം, അത് ഒഴിവാക്കാൻ ഈ തരത്തിലുള്ള ഇടപെടലായിരിക്കും ഉണ്ടാകും. രണ്ട് കാര്യങ്ങൾ ചെയ്യാം അതിൽ. ഒരെണ്ണം നമ്മൾ പരിശീലനം, ശിക്ഷണ കൂട്ടുക. പിന്നെ ഏതെങ്കിലും അങ്ങനെ മോശമായിട്ട് പെരുമാറ്റുന്നെങ്കിൽ അതിനെ തക്കതായ നടപടി എടുക്കുക. രണ്ടും ചെയ്യണമാണ്. സെൻസിറ്റൈസേഷൻ പ്രോഗ്രാം നമ്മൾ ഒരു സ്ട്രോങ്ങായി കൊണ്ടുപോകുന്നതാണ്. സ്ത്രീകൾക്കെതിരായ പ്രശ്നവും അതിനെന്താണ് എനി ക്രൈം എഗൈൻസ്റ്റ് വുമൻ ഈസ് എ വെരി സീരിയസ് മാറ്റർ. അതിൽ നമ്മൾ ശക്തമായിട്ട് ആക്ഷൻ എടുക്കുന്നതാണ്. അത് വളരെ ദ്രുതമായിട്ട് ഫാസ്റ്റായിട്ട് സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കുന്നതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് നോക്കുന്ന അതിലേക്ക് ഒരു റിവ്യൂ ചെയ്തിട്ട് ആക്ഷൻ എടുക്കും.